47 സീറ്റുകളിലേക്ക് എൻഡിഎയുടെ സീറ്റ് നില ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 50ലേക്ക് പോകുന്നു പോത്ത. അതായത് 23 സീറ്റുകളിലേക്ക് മഹാസഖ്യം നീങ്ങുന്നു. 47 സീറ്റുകൾ 48 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ മഹാസഖ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് എൻഡിഎക്ക് 48 സീറ്റുകൾ കിട്ടിയിരിക്കുന്നു. ബിജെപിയും ജെഡിയുവും ബീഹാറിൽ ആദ്യഘട്ട ഫലസൂചന വരുമ്പോൾ അവർ തൂത്തുവാരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇത്തവണ 2015നെയും 2020നെയും അപേക്ഷിച്ച് ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് ശരിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന പോലെയാണ് തോന്നുന്നത്. അതെ, കാരണം എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അപ്പുറത്തേക്കുള്ള ഒരു ലീഡ് നില ഉണ്ടായാലേ ഉള്ളൂ തോന്നുന്നു. ഇപ്പോൾ 48, 25, 6 അതേഴ്സിന്റെ എണ്ണം കുറയുന്നുണ്ട്. അവിടെയെല്ലാം അതേഴ്സിന്റെ എണ്ണം കുറയുമ്പോൾ അവിടെ കയറി വരുന്നത് സ്വാഭാവികമായും NDA ആണെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ജനസ്വരാജ് പാർട്ടി അടക്കം പിടിച്ച വോട്ടുകൾ അത് മഹാസഖ്യത്തിന്റെ വോട്ടിൽ വലിയ രീതിയിൽ വിള്ളലുണ്ടാക്കി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ 27 സീറ്റിലേക്ക് മഹാസഖ്യം അവരുടെ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 48 സീറ്റ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പോലും മഹാസഖ്യത്തിന്റെ അനുയായികൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. രാഘോപൂർ മണ്ഡലത്തിൽ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന തേജസ്വി യാദവ് വലിയ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. 48-27 ആണ്. അതിൽ തേജസ്വി യാദവ് വിജയ്. സ്വാഭാവികമായും 37% ആളുകളും ഇത്തവണ തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞിരിക്കും. നിതീഷ് കുമാറിന് പോലും ആ സ്ട്രൈക്ക് റേറ്റ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകും. അത് ആ തരത്തിൽ തന്നെ തേജസ്വി യാദവിന് വലിയ തരത്തിലുള്ള സ്വാധീനം അവിടെ ഉണ്ട്. പക്ഷെ അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സഖ്യകക്ഷികൾക്കും അത് നേരിടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രശ്നമായി കാണുന്നുണ്ട്. 27 സീറ്റുകളിലേക്ക് മഹാസഖ്യം അവരുടെ ലീഡ് നില ഉയർത്തുന്നുണ്ട്. 27 സീറ്റുകളിലേക്ക് മഹാസഖ്യം ലീഡ് നില ഉയർത്തുന്നു. 48 സീറ്റുകളിലാണ് ഇപ്പോൾ NDA മുന്നേറുന്നത്. അത്രത്തോളം മുമ്പോട്ട് പോകുന്നത്. 51 സീറ്റുകളിൽ